വത്തഖുൻ നിസാ, അതിന്റെ കൂടെ പറഞ്ഞു സ്ത്രീകളെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. എന്താണ് സ്ത്രീകളെ സൂക്ഷിക്കുക എന്ന് പറയാനുള്ള കാരണം? സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിത്നയാണ്. ദുനിയാവിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ചില ആളുകൾ, ചില ഉലമാക്കൾ ദുനിയാവിനെ ഒരു സ്ത്രീയോട് ഉപമിച്ചിട്ടുണ്ട്. വഞ്ചകിയായ ഒരു സ്ത്രീയോട് ദുനിയാവിനെ ഉപമിച്ചിട്ടുണ്ട്. എന്താണ് പ്രത്യേകത? ഒരാളുടെ കൂടെ കുറച്ച് ദിവസം ജീവിക്കും, അവനെ പരമാവധി ഊറ്റിയെടുത്തതിന് ശേഷം അടുത്ത ആളുടെ കൂടെ പോകും. അങ്ങനെയാണ് ദുനിയാവ്. ദുനിയാവിന്റെ ഈ ഭംഗി കണ്ട് അതിന്റെ പിന്നാലെ പോയി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കുറെ ഉണ്ടാക്കും. അങ്ങനെ ഈ സമ്പത്തൊക്കെ പിന്നെ എന്താണ് സംഭവിക്കുക? അവൻ മരിച്ചു പോയാൽ അടുത്ത ഒരാളുടെ അടുത്തേക്ക് പോകും. ഇങ്ങനെ ഒരു വിശ്വസ്തയില്ലാത്ത, വിശ്വസിക്കാൻ പറ്റാത്തൊരു പെണ്ണിന്റെ പോലെയാണ് ദുനിയാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും സ്ത്രീകൾ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞൊരു അർത്ഥം ഉലമാക്കൾ പറയുന്നത് രണ്ട് അർത്ഥത്തിലാണ്. ഒന്ന്, ഹലാലായ സ്ത്രീകൾ, നമ്മുടെ ഭാര്യമാർ, അവരെ തന്നെ സൂക്ഷിക്കുക. ഇന്ന മിൻ അസ്വാജിക്കും ഔലാദിക്കും അദുവ്വല്ലക്കും ഫഹ്ദറൂഹും, നിങ്ങളുടെ ഭാര്യമാരിലും അതുപോലെ സന്താനങ്ങളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, അവരെ സൂക്ഷിക്കുക. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ബഗവിയെ പോലെയുള്ള മുഫസ്സിറുകൾ പറയുന്ന സംഭവങ്ങളുണ്ട്. എന്താണ്? ഹിജ്റ പോകാൻ അന്ന് ഭാര്യമാരെ എതിർത്തിരുന്നു സ്വഹാബത്തിന്. അതുപോലെ ജിഹാദിന് വേണ്ടി ഒരുങ്ങിയാൽ ചില സ്ത്രീകൾ സംസാരിക്കും, ഭർത്താക്കന്മാരോട് അവർ തടസ്സമുണ്ടാക്കും. അത് ഒരു ഉദ്ദേശം. അതായത് ഭാര്യമാരും മക്കളും എന്ത് ചെയ്യും? അവര് നല്ല കാര്യങ്ങൾ, താഅത്തുകൾ, പുണ്യങ്ങൾ ചെയ്യാൻ തടസ്സമുണ്ടാക്കും. രണ്ടാമത്തേത്, അതിനേക്കാൾ അപകടം പിടിച്ച കാര്യം, അന്യ സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഫിത്ന. ഒരു പുരുഷന്റെ മനസ്സിൽ അള്ളാഹു വിട്ടുകൊടുത്തുള്ള സംഗതിയാണ് സ്ത്രീകളോടുള്ള ഒരു മുയൂൽ, അങ്ങോട്ടുള്ള ഒരു ചായ്വ്. അത് പിശാച് എന്ത് ചെയ്യും? സ്ത്രീകളെ കൊണ്ട് പുരുഷന്മാരെ ഫിത്നയിലാക്കും.